ഈ 8 മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവരനുകൂലമായി ഈ നാടിന് വേണ്ടി ഒരു സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ സ്ഥലത്തിന്റെ പൂർണ്ണമായ വിലയും ഏകദേശം 80-90 കോടിയോളം വരുന്നത് നമുക്ക് ലാഭിക്കാൻ കഴിയുമായിരുന്നു. നിർമ്മാണ ചെലവ് ഇത്രയും ആകുമായിരുന്നില്ല. ഒരുപക്ഷെ 5-10 കോടി കൊണ്ട് തീരാവുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്രത്തിൽ 8 മന്ത്രിമാരും ഇവിടുത്തെ പൊതുമരാമത്ത് ചുമതലയുള്ള ആളും ഉൾപ്പെടെ ശരിയായ രൂപത്തിൽ ഇടപെടാതെ വന്നതിന്റെ ഭാഗമായി നാടിന് നഷ്ടമായത്. ഇപ്പോൾ എല്ലാ കുരുക്കുകളും അഴിയുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡിന് ആവശ്യമായിട്ടുള്ള HMT NAD റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡിനെ കുറിച്ചുള്ള ഓരോ വികസന കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴെല്ലാം ചില സുഹൃത്തുക്കൾ ഓടി വന്ന് അതിന് താഴെ ഇടും, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു. ചിലരാണെങ്കിൽ 10 വർഷം ഞാൻ തന്നെയാണ് MLA എന്ന മട്ടിലായിരിക്കും പ്രതികരണം കൂടി ഇടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സീപോർട്ട് എയർപോർട്ട് റോഡ് വൈകാനുണ്ടായ കാരണം? ആരാണ് അതിന് ഉത്തരവാദികൾ? ഇപ്പൊ എങ്ങനെയാണ് മാറിയത്? അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതകളാണ്. രണ്ടറ്റവും എത്താത്ത പാലങ്ങളുടെ പല കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടറ്റവും എത്താത്ത ഒരു റോഡിന്റെ കഥയാണ്. ദൂരെയെങ്ങുമല്ല, കൊച്ചി നഗരത്തിൽ തന്നെയാണ്. നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. 2003 സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നത്. അത് കളമശ്ശേരിയിൽ വന്ന് നിന്നു. പിന്നീട് എയർപോർട്ടിലേക്ക് നീളണം. എയർപോർട്ടിലേക്ക് നീട്ടുന്നതിന്റെ ആദ്യ ഭാഗം HMT NAD സ്ഥലമാണ്. അതിനിടയിൽ കുറച്ച് സ്വകാര്യ സ്ഥലം മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ NAD നിന്ന് മഹളാലയം കഴിഞ്ഞാൽ പിന്നീട് എയർപോർട്ടിലേക്കുള്ള പദ്ധതിയാണ്. ഇവിടെ സ്തംഭിച്ചു പോയത് കേന്ദ്രത്തിന്റെ 2 സ്ഥാപനങ്ങൾ. ഒന്ന് പ്രതിരോധ വകുപ്പിൻ്റെതായ NAD, 2 അവരുടെ കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ HMT. ഇവർ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് 1 കിലോമീറ്ററിലധികം സ്ഥലത്ത് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ലഭിക്കണമായിരുന്നു. ഒരു കാരണവശാലും അവർ നൽകാൻ തയ്യാറായില്ല. അപ്പൊ ഇത് മന്ത്രിമാര് പലവരും മാറി മാറി വന്നിട്ടും ഇവിടെ ഒരു കാര്യവും നടക്കണില്ല. 4 മണി കഴിഞ്ഞാൽ പിന്നെ പാർക്കാണ്, ഒരു 8 മണി വരെയും പാർക്കായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വിധത്തില് മാറിപ്പോകുന്നത്. 2003 കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ 2014 വരെ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. 2006-11 കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ രണ്ടാമൻ ഏറ്റവും ശക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു പ്രതിരോധ വകുപ്പും NAD പൂർണ്ണമായ നിയന്ത്രണവും അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. 1 ഇഞ്ച് സ്ഥലം പോലും റോഡിന് വേണ്ടി നൽകാനോ അതിനാവശ്യമായ ഒരു ചർച്ച നടത്താനോ സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിക്കാനോ തയ്യാറായില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് HMT ഭൂമി. ഒരു സൈഡിലാണെങ്കിൽ NAD, മറു സൈഡിലാണെങ്കിൽ HMT. ഈ റോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ കൗതുകകരമായ കാര്യം, ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന MLA തന്നെയായിരുന്നു. അപ്പൊ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA തന്നെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. കേന്ദ്രത്തിനകത്ത് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും 1 ഇഞ്ച് ഭൂമി നൽകാൻ കഴിയാതെ പോയപ്പോഴാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് HMT റോഡിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന ഈ സാഹചര്യം വന്നത്. അതിനിടയിൽ കഴിഞ്ഞ ഗവൺമെന്റ് 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ഘട്ടത്തിൽ HMT NAD ഒഴികെയുള്ള ആ ചെറിയ സ്ട്രെച്ചിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ 2022 പൂർത്തീകരിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയും. അങ്ങനെയാണ് HMT സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിൽ ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചു. കേസ് തീരുന്നതുവരെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ കഴിയില്ല, അത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാകും. അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ആ ഭൂമിയുടെ നിയമപ്രകാരം എത്രയാണോ വില ഭൂമി ഏറ്റെടുക്കൽ പ്രകാരം നൽകേണ്ടത്, ആ വില ഹൈക്കോടതിയിൽ കെട്ടിവെക്കാം. സുപ്രീം കോടതി പറയുകയാണ് സംസ്ഥാന ഗവൺമെന്റിനാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ആ ഫണ്ട് എടുക്കാം, അതല്ല HMT പറഞ്ഞാൽ അവർക്ക് ആ പണം കൊടുക്കാം. ഇതാണ് നിയമമന്ത്രി എന്ന നിലയിൽ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് സമീപനം സ്വീകരിച്ചു. ആ സമീപനം സ്വീകരിച്ചത് സുപ്രീം കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ കുരുക്കഴിഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട തടസ്സം HMT ലാൻഡുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളും പ്രതിരോധ വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകാതിരുന്നതുമായിരുന്നു ഒരു പ്രധാന ഭാഗം എന്നുള്ളത്. ഇപ്പോ 23 വർഷത്തോളം നീണ്ടുവന്ന ആ പ്രശ്നത്തിന്റെ കുരുക്കുകൾ നമുക്ക് അടിക്കാൻ കഴിഞ്ഞു. HMT ലാൻഡിനുള്ള പണം
അത് സർക്കാരിന് ലഭിക്കുന്നുണ്ടാണെങ്കിൽ സർക്കാരിന് തിരിച്ചു കിട്ടും. HMTക്ക് ആണ് കോടതി പറയുന്നതെങ്കിൽ HMT കൊടുക്കാവുന്ന മട്ടിൽ അത് കോടതിയിൽ ഹൈക്കോടതിയുടെ പേരിൽ രജിസ്ട്രാറിന്റെ പേരിൽ കെട്ടിവയ്ക്കാനുള്ള അംഗീകാരം സുപ്രീം കോടതി നൽകി. അതിനാവശ്യമായ പണം സർക്കാർ അനുവദിച്ചു. അത് തഹസിൽദാർക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അത് കെട്ടിവയ്ക്കുന്ന മുറയ്ക്ക് ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തായിരുന്നില്ല ഇതിന്റെ പ്രതിസന്ധി കിടന്നിരുന്നത്, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തായിരുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോൾ അതേ സമീപനം സ്വീകരിച്ചു, BJP ഭരിച്ചപ്പോഴും അതേ സമീപനം സ്വീകരിച്ചു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി വന്നു. ആ വിധി അനുസരിച്ച് 37.9 കോടി 90 ലക്ഷം രൂപ നമ്മൾ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചു. ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് 600 മീറ്ററിന് ആവശ്യമായ സ്ഥലം HMTയുടെ ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അതേ ഘട്ടത്തിൽ തന്നെ NADയുമായി ചർച്ച നടത്തി, പ്രതിരോധ മന്ത്രാലയവുമായി ചർച്ച നടത്തി. ഞങ്ങളിപ്പോൾ HMTയുടെ സ്ഥലം ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഈ റോഡ് പൂർത്തീകരിക്കണം, നിങ്ങൾക്ക് കൂടി സഹായകരമായിരിക്കും. അത് അതിവേഗതയിൽ വാഹനങ്ങൾ അതിലെ പോകുമ്പോൾ മറ്റു കാര്യങ്ങൾക്ക് കൂടി സഹായകരമായിരിക്കും. അത് ഞങ്ങൾക്ക് സൗജന്യമായി വിട്ടു നൽകണം എന്ന ആവശ്യം NADയോട് പറഞ്ഞിരുന്നു. ശ്രീ AK ആന്റണി മന്ത്രിയായിരിക്കുമ്പോൾ സൗജന്യമായിട്ടോ വില നൽകിയോ വിട്ടു നൽകാൻ തയ്യാറായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിൽ സ്ഥലത്തിന്റെ വിലയും അതോടൊപ്പം തന്നെ HMT ജംഗ്ഷനും ഇന്ന് തുറപ്പ് വരെ നീണ്ടുപോകുന്ന പ്രതിരോധ വകുപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന റോഡിന്റെ വികസനത്തിന്റെ പൂർണ്ണമായ പണച്ചെലവും ഏറ്റെടുത്തുകൊണ്ടാണ് അവസാനം പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്. 10 വർഷത്തോളം നിയമയുദ്ധം, ചർച്ചകൾ, ഒടുവിലിത NADയുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. ഭൂമി വിലയുമായി 23 കോടി രൂപ NADക്ക് കൈമാറി. HMTയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുക നേരത്തെ സർക്കാർ അനുവദിച്ചിരുന്നു. പ്രതിസന്ധികൾ മറികടന്ന് നിർമ്മാണം ആരംഭിക്കുമ്പോൾ 1 കിലോമീറ്റർ നിർമ്മാണ ചെലവ് 81 കോടി രൂപ. എന്ത് വില കൊടുത്ത് നിർദ്ദിഷ്ട റോഡ് വികസന പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. ഇതാണ് കുരുക്കഴിക്കാൻ കഴിഞ്ഞ ഏറ്റവും അഭിമാനം തോന്നുന്ന ഘടകമെന്നുള്ളത്. അതാണ് പലരും ഈ താഴെ വന്നിട്ട് കുറിപ്പിടുന്ന പല സുഹൃത്തുക്കളും അറിഞ്ഞോ അറിയാതെ എഴുതുന്ന ഈ 10 വർഷത്തിൻ്റെതല്ല, 2003 മുതൽ 2026 വരെയുള്ള ഈ 23 വർഷത്തിനിടയിൽ അവസാനത്തെ ഈ 2-3 വർഷം കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കേന്ദ്രം സ്വീകരിച്ച തെറ്റായ സമീപനം, അതുപോലെ കോടതിയിൽ ഉൾപ്പെടെ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നതിന്റെ ആ കുറവ്, ഇതാണ് ഈ സ്തംഭനാവസ്ഥയ്ക്ക് കാരണം. ഇപ്പൊ നോക്കൂ, 101 കോടി 30 ലക്ഷത്തോളമാണ് നമ്മൾ ഈ 1 കിലോമീറ്ററിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും റോഡ് നിർമ്മാണത്തിനും എല്ലാം വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിലെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഭാഗത്തിനാണ് ഭൂമി ആവശ്യമായി വന്നത്. HMTയുടെ 1.4015 ഹെക്ടർ ഭൂമിയും NADയുടെ 2.4967 ഹെക്ടർ ഭൂമിയും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറി. ഭൂമിക്കുള്ള വില സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. HMT ഭൂമി ഏറ്റെടുക്കലിനായി അനുവദിച്ച 37 കോടി 90 ലക്ഷം രൂപയാണ് കൈമാറിയത്. NADയുടെ ഭൂമി വില ഉൾപ്പെടെ 32.26 കോടി രൂപ സംസ്ഥാന സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു. സ്ഥലവിലയായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കണക്കാക്കിയ 23.11 കോടി രൂപയും NAD തൊരപ്പ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് 8.16 കോടി രൂപയും ചുറ്റുമതിൽ നിർമ്മാണത്തിന് 99.43 ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് അനുവദിച്ചത്. റോഡ് നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്നും സംസ്ഥാന സർക്കാർ നടത്തിയ നിരന്തരമായ ഇടപെടലാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ വഴിയൊരുക്കുന്നതെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. ഈ 8 മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവരനുകൂലമായി ഈ നാടിന് വേണ്ടി ഒരു സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ സ്ഥലത്തിന്റെ പൂർണ്ണമായ വിലയും ഏകദേശം 80-90 കോടിയോളം വരുന്നത് നമുക്ക് ലാഭിക്കാൻ കഴിയുമായിരുന്നു. നിർമ്മാണ ചെലവ് ഇത്രയും ആകുമായിരുന്നില്ല. ഒരുപക്ഷെ 5-10 കോടി കൊണ്ട് തീരാവുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്രത്തിൽ 8 മന്ത്രിമാരും ഇവിടത്തെ പൊതുമരാമത്ത് ചുമതലയുള്ള ആളും ഉൾപ്പെടെ ശരിയായ രൂപത്തിൽ ഇടപെടാതെ വന്നതിന്റെ ഭാഗമായി നാടിന് നഷ്ടമായത്. ഇപ്പോൾ എല്ലാ കുരുക്കുകളും അഴിയുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡിന് ആവശ്യമായിട്ടുള്ള HMT NAD റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ടെൻഡർ ഇപ്പോ ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവാർഡ് ചെയ്യും. അതിവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. 23 വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 2ാം ഘട്ട വികസനം യാഥാർത്ഥ്യമാകുന്നത്. UDF ഭരണകാലത്ത് മുടങ്ങിക്കിടന്ന പദ്ധതി മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിസന്ധികൾ മറികടന്ന് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയത്. കളമശ്ശേരിയിൽ HMTയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗമായ NAD ഭൂമിയും ഇതിനായി ഏറ്റെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മഹിളാലയം വരെയുള്ളതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കൽ ഏകദേശം പൂർത്തീകരിക്കുകയാണ്. അതിനാവശ്യമായ ഫണ്ടും 550 കോടിയിലധികം രൂപ കിഫ്ബി അതിനുവേണ്ടി നൽകുകയുണ്ടായി.
അപ്പോൾ ഈ കുരുക്കഴിക്കാൻ നടത്തിയ ഈ ശ്രമം അത് ഏറെ അഭിമാനകരമാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിനോടൊപ്പം തന്നെ NAD റോഡും നമുക്ക് വീതി കൂട്ടി നിർമ്മിക്കാനായിട്ട് കഴിയും. നാടിൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇതേപോലെ സൂക്ഷ്മമായി പ്രശ്നത്തെ മനസ്സിലാക്കി ഇടപെടേണ്ട രൂപത്തിൽ ഞങ്ങൾ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അതോടുകൂടി നമുക്ക് നല്ല സൗകര്യം വരും. പക്ഷെ ആ സൗകര്യം വരുമ്പോൾ ഈ ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. അതായത് മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അദാനിയുടെ വലിയ ലോജിസ്റ്റിക് പാർക്ക് വരുന്നു. ജുഡീഷ്യൽ സിറ്റി അവിടെ വരുന്നു. മറ്റ് 3 ലോജിസ്റ്റിക് പാർക്കുകൾ അവിടെ വരുന്നു. SFO ടെക്നോളജി പോലെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കമ്പനികൾ അവിടെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നു. നുവാൻസ് അവിടെയാണ്. അതോടുകൂടി HMT റോഡുള്ള ഗതാഗതം വല്ലാതെ വർദ്ധിക്കും. ഇതോടെ HMT റോഡും സീപോർട്ട് എയർപോർട്ട് റോഡും ചേരുന്ന ജംഗ്ഷൻ ഒരു കുപ്പിക്കഴുത്തായി മാറാനിടയുണ്ട്. അതുകൊണ്ട് നാറ്റ്പാക്കിന് ഇപ്പോഴെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ നമുക്കൊരു ഫ്ലൈ ഓവർ ആവശ്യമായി വരും. അത് ഏത് ദിശയിൽ വേണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ദീർഘവീക്ഷണത്തോടുകൂടി അവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ നാടിൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇച്ഛാശക്തിയോടെ നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്.